ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും പറയാനുണ്ടോ? വിശ്വാസമുണ്ടോ? കള്ളക്കേസാണെന്നാണോ മേഡം പറയുന്നത്? ഏതായാലും രണ്ടും കൽപ്പിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. മകളുടെ കാര്യം കൂടി കേട്ടിട്ടാവാം മന്ത്രി പ്രതാപവർമ്മ ആ ഷോക്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അദ്ദേഹത്തെയും മകളെയും സഹായിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. കൊലക്കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ചേരുന്നതാണോ? ഋത്തിക കൊലക്കുറ്റം ചെയ്തെന്ന് തന്നോട് ആരാ പറഞ്ഞേ? ഋത്തിക അയാളെ കൊല്ലുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷേ ഋത്തിക ജഗന്നാഥനെ കൊന്നതുകൊണ്ടാണല്ലോ ഗൺ സ്മെല് ചെയ്ത് പോലീസ് നായ പിടികൂടിയത്. പട്ടി മനഃപൂർവ്വം കൈക്കൂലി മേടിച്ചിട്ട് ഋതിക പിടികൂടിയൊന്നുമല്ലല്ലോ. പട്ടി കൈക്കൂലി വാങ്ങിക്കില്ല. പക്ഷേ പട്ടിയെ കൊണ്ടു നടക്കുന്നവർക്ക് കൈക്കൂലി എന്താ പുളിക്കൂ? അപ്പൊ ഋതിക കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ സാറ് പറയുന്നത്? ഋതിക കുറ്റാരോപിത മാത്രമാണ്. ആർക്കും ആരുടെ മേലും കുറ്റം ആരോപിക്കാം. ഇന്ന് ഋതികയിലും കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് ബഹുമാനപ്പെട്ട കോടതിയിൽ തെളിയിക്കപ്പെടണം. അതിനുശേഷം പറയാം ഋതിക കുറ്റക്കാരിയാണോ അല്ലയോ എന്ന്. മന്ത്രി പ്രതാപവർമ്മ സാറിന്റെ മകളെ ലോക്കപ്പിൽ കടത്താതിരിക്കാൻ മന്ത്രി അസുഖം നടിച്ച് ഹോസ്പിറ്റലിൽ കയറി. അങ്ങനെ മകൾ ഋതികയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ സൂത്രധാരൻ അങ്ങാണെന്ന് പറയപ്പെടുന്നു. ഇത് റൂമറല്ല, സത്യമാണെന്ന് തെളിയിക്കുന്നതല്ലേ അങ്ങയുടെ പ്രവൃത്തി? എന്താ തന്റെ ചാനലിന്റെ പേര്? ഇന്ദിര TV. സാംസ്കാരിക കേരളത്തില് ഇങ്ങനെ കുറെ ചാനലുകളും കുറെ പത്രക്കാരും ഉണ്ട്. സംസ്കാരശൂന്യരായ തനിക്കൊക്കെ മറുപടി തരാനേ എനിക്കിപ്പോ മനസ്സില്ല. മീഡിയക്കാരോട് വെല്ലുവിളിക്കുന്നത് അത്ര നല്ലതിനല്ല. വെല്ലുവിളിച്ച എന്തോ ചെയ്യും? എടോ, ഒത്തിരി വെയിൽ കൊണ്ടും എതിരെ വന്ന കനത്ത മതിലുകളെയും തകർത്തിട്ടാ ഞങ്ങൾ എല്ലാവരും കൂടി നവോത്ഥാന കേരളം പടുത്തുയർത്തിയത്. ഈ വെടിക്കെട്ടും കൊണ്ട് പൊൻകുന്നം സദാശിവന്റെ നേരെ വരല്ലേ? കളി ഞാൻ പഠിപ്പിക്കുവേ. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്ക്, അതിനുള്ള മറുപടി ഞാൻ പറയാം. മോളെ, അമ്മ, മോളെ കരയരുത്. എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ ചതി ഒരുക്കിയാലും ദൈവം കണ്ടോണ്ടിരിക്കല്ലേ. അത് ഒന്നും സംഭവിക്കില്ല. എന്റെ മോള് സമാധാനമായിട്ട് കോടതിയിലേക്ക് പൊക്കോ. മോളെ കോടതി വെറുതെ വിടും. നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തെ വിളിക്കുന്ന ആ വിളി ദൈവം കേക്കും. മോള് ചെല്ല്. ശരിയമ്മ. നിന്നെ. കൈ കാണിക്ക്. ഇത് അമ്പലത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിയ ചരട. ദൈവം ഒന്നും വരത്തില്ല. മിനിസ്റ്റർ അവിടെ കാത്തു നിൽക്കുക, നമുക്ക് പോവാം. മോള് ചെല്ല്. ശരിയമ്മ.
എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? മേഡം മേഡം പറയൂ മേഡം. മാഡം, മാഡത്തിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ മാഡം? അയാളെ എന്താ ഇത്? കൊല്ലാനുള്ള മോട്ടീവ് എന്തായിരുന്നു മാഡം? ഞാൻ ആരെയും കൊന്നിട്ടില്ല. മതി, മതി. പറയൂ മാഡം. മാറ്, മാറ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും മാറ് നിഗൂഢത അങ്ങോട്ട്. ഉണ്ടോ? വാ. മാഡം പറയൂ മാഡം. മാറിക്ക് അങ്ങോട്ട്. മാറിക്ക്. മാഡം മാറ്. മാഡം മാഡം നമ്മള് വേഗം വണ്ടി ഇതിന്റെ കയറാം. പിന്നിൽ എന്തെങ്കിലും നിഗൂഢത ഉണ്ടോ? ചോട്ടമല്ലേ മാഡം പറയൂ. മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിക്കും മാഡം. മാഡം ആ. മാഡം അതിന് ഉത്തരം ആ, പറഞ്ഞു. മാറിക്ക്. മാഡം എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞ് നിരപരാധിയാണെന്ന് അങ്ങേക്കറിയാലോ. കോടതിന്ന് ഒരു കുഴപ്പവും കൂടാതെ അവൾക്ക് ഇറങ്ങി പോരാൻ കഴിയണേ. മറ്റുള്ളവരുടെ ചതികളിൽ വീഴാതെ ഭഗവാൻ അവളെ രക്ഷിക്കണേ. അവളെ കാത്തോളണേ ദൈവമേ. നിങ്ങൾ ഇറങ്ങിക്കോ മക്കളെ. ഞാൻ കോടതിയിലേക്ക് വരുന്നില്ല. ഇനി അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും പറഞ്ഞ് യവന്മാരെല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്തു വന്നാലും ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. തെറ്റ് ചെയ്യാത്തവരാരെയും പേടിക്കേണ്ട കാര്യമില്ല. മോള് ധൈര്യമായിട്ട് ചെല്ല്. ഏയ്, മാറി നിൽക്കേ. ഋതിക മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? മേഡം മേഡം പറയൂ. മാറി നിൽക്കേ. വിശ്വാസമുണ്ടോ? മേഡം മാഡം മാറ്. മാഡം മേഡം, അതെ, ഒന്ന് മാറി നിൽക്കണോ? അതെ മാഡം മാഡം മാറി ഇതൊരു നിൽക്ക്. കള്ളക്കേസാണെന്നാണോ മാഡം പറയുന്നത്? മാഡം പറയൂ മാഡം. മേഡം, എന്താണെന്ന് എന്തെങ്കിലും പറയാം, പറയൂ, please. മാഡം മാഡം അതെ മാഡം. ഋതിക മാഡം മേഡം ഋതിക മാഡം മാഡം CC 851/2026 ഋതിക വർമ്മ